ഏതായാലും എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ ബ്ലണ്ടറും മങ്കത്തരവുമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് അതിനുശേഷമുണ്ടായ ഡിപ്ലോമസി. ഇന്ത്യയിലെ ലക്ഷ്യം ജനങ്ങളുടെ ഒക്കെ പ്രീതി പിടിച്ചു പറ്റും, പക്ഷെ ഗ്ലോബലി ഇന്ത്യക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് എതിരെയുള്ള ആക്രമണം ചെറിയ രീതിയിലൊന്നും അല്ല ഇത് ബാധിച്ചേക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേണലിനകത്ത് ടിങ്കു വരദരാജൻ അദ്ദേഹത്തെ എഴുതിയ ആർട്ടിക്കിൾ എടുത്ത് വായിച്ചു നോക്ക്. ഏത് രീതിയിലാണ് ബാധിച്ചത്? RSSനെ ഡീപ്പായിട്ട് ബാധിച്ചു. ഏതായാലും RSS ഒരു നാഷണലിസ്റ്റ് ദേശീയ ഓർഗനൈസേഷനാണ്, ദേശീയതയുള്ള ഓർഗനൈസേഷനാണ്. അവരെയും വല്ലാതെ ബാധിക്കുന്നു. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ആ സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എങ്കിൽ ഫർദർ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യങ്ങളും ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക്കായിട്ടും നമ്മുടെ എക്കോണമിയെ ഡീപ്പായിട്ട് കയറി ബാധിക്കും. ഭയങ്കരമായിട്ട് കയറി ബാധിക്കും. ചുമ്മാ പറയുന്ന ബാധിക്കുന്നില്ലെന്ന്, ശരിക്കും കയറി ബാധിക്കും. ഈ പറയുന്ന 8.2 GDP എന്നൊക്കെ പറഞ്ഞ കള്ളത്തരമാണെന്ന് എല്ലാവർക്കും പിടികിട്ടി. ഈ RBI കൊടുക്കുന്ന പലതും അതിന് റിലയബിളായിട്ടുള്ള അതും കപടതയാണ് പിടികിട്ടി. എന്താണെന്നുള്ളത് ഗവൺമെൻറ് കാര്യമായിട്ട് ചെയ്തില്ല എങ്കിൽ മോദിയെ മാത്രമല്ല ഗവൺമെൻറ്റിനെ മാത്രമല്ല ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന ഇഷ്യൂ ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് വെനീസിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് മോദി എങ്ങനെയെങ്കിലും ട്രംപിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ് ഇപ്പോഴും. അത് മാത്രമാണ് അജണ്ട, അത് നടക്കുന്നുമില്ല. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഐസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഐസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല സംഭവം. കാരണം ട്രംപ് അടുക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്രമാത്രം ഇളവോടുകൂടി ടാരിഫ് കൊടുത്തിട്ട് പോലും അവരത് റിജക്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ നേരത്തെ അറിഞ്ഞത് ഇതിനൊക്കെ മുമ്പ് ഈ ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന സീറോ ടാരിഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. അമേരിക്കൻ രാജ്യം 50% ഫണറ്ററി ടാരിഫ് കൊടുത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യം ഇന്ത്യയാണ്. അത് മനസ്സിലാക്കണം. നോക്കുക പാകിസ്ഥാൻ എത്രയാണ്, നോക്കുക മറ്റുള്ള രാജ്യങ്ങൾക്ക് എത്രയാണ്. അതാണ് ഇന്ത്യയോട് ട്രംപിനുള്ള വാശി എന്ന് പറയുന്നത്. അതിൻ്റെ സക്സസറും അയാൾ മാറിയിട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും തുടരുന്നത്. ഇത് മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചില്ല എങ്കിൽ ഇന്ത്യയുടെ പോക്ക് അവതാളത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.